എക്സ്ട്രാ മാരിറ്റൽ റീഡിംഗ് കാര്യമാണ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക. ഇവിടെ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ചെക്ക് എനർജി വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. എത്രയോ സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കൂട്ടരും തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും അവസ്ഥ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ട് കൂട്ടരും തല്ല് പിടിച്ച് ബ്രേക്കപ്പായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഹാങ്ക്ഡ് മാൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടവറാണ് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ പാർട്ട്ണറുടെ ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. രണ്ട് കൂട്ടർക്കും ഈക്വലായിട്ട് സ്ട്രെസ്സാണ് അനുഭവിക്കുന്നത്. കാരണം വെച്ചാൽ രണ്ട് കൂട്ടരുടെയും മെൻ്റൽ ഹെൽത്ത് വളരെ മോശമായിട്ടാണ് വരുന്നത്. രണ്ട് കൂട്ടരും ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ട്, നിങ്ങളാണെങ്കിലും ഓവർ തിങ്കിങ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ അവസ്ഥയാണെങ്കിലും വളരെ മോശമായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ അവസ്ഥയാണെങ്കിലും ഭയങ്കര മോശമായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരും നല്ല ആഗ്രഹമുണ്ട്. രണ്ട് കൂട്ടർക്കും പരസ്പരം സ്നേഹമുണ്ട്. പക്ഷെ എന്തൊരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേർന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തടസ്സം കൊണ്ടാണ് നിങ്ങളിപ്പോൾ സെപ്പറേഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഡനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കാര്യങ്ങൾ വരും. നിങ്ങളൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു കോള് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ഹാർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യും. ഇതൊരു സോൾമേറ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മനസ്സുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഈ പേഴ്സണ് നിങ്ങളത്രയും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി കാരണം കൊണ്ടാണ് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് ഈ പേഴ്സൺ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പണ്ടേ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു വ്യക്തിയുടെ ഫാമിലിക്കാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു പേഴ്സൺ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഒരു സെപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ട് ഇമോഷണലായിട്ട് ഇപ്പോൾ തകർച്ചകൾ കാര്യങ്ങളാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് തകർന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ രണ്ട് കൂട്ടരും തമ്മിൽ എന്തൊക്കെയോ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത ടൈമിൽ തല്ലുപിടുത്തങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു. പരസ്പരം വേദനിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ രണ്ട് കൂട്ടരും പിരിഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ പാർട്ട്ണറിന് നല്ല രീതിയിലുണ്ട്. 10 ഓഫ് സോഡ്സ്, 10 ഓഫ് പെൻറ്റിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എനർജിയാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ വേദനിച്ചിട്ടാണ്, പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് അനുഭവിച്ചു പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് വേദനിക്കാനുള്ളതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൻ്റെ ഫാമിലിനെയും വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തകൾ കാര്യങ്ങളുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ എനിക്ക് വരുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ആ ഒരു പാർട്ട്ണറും തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. ഏസ് ഓഫ് സോഡ്സ്, ഈ പേഴ്സൺ പിന്നെയും റിപ്പീറ്റ്ലി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു തന്നെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചോദിച്ചു വരുന്ന വ്യക്തികളും ഇവിടെ കാണുന്നുണ്ട്. ഡബിൾ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ കാരണം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ആ ഒരു വ്യക്തിയുടെ വൈഫിന് ഈ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ചെറിയ തോതിൽ അറിഞ്ഞിട്ടുണ്ട്. 2 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പാർട്ട്ണറിന്. പക്ഷേ രണ്ട് സ്ഥലത്ത് നിന്നും സ്റ്റെക്കായി. കാരണം വേദനിപ്പിക്കാൻ പറ്റുന്നില്ല, ആ ഒരു വ്യക്തിനെയും വേദനിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ കൺഫ്യൂഷനായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ഓക്കെ, ഇതേക്കട്ടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വ്യക്തി എടുത്ത് ചാടി തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അത് ഈ ഒരു പേഴ്സണ് തന്നെയെന്ന് വെച്ചാൽ പിന്നീട് പണിയും കാര്യങ്ങളും വരും. കാരണം എടുത്ത് ചാട്ടം ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ പണി വരും. ഈ വ്യക്തിക്ക് അത്യാവശ്യം ബുദ്ധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് വേണം തീരുമാനം എടുക്കണ്ടേ. 5 ഓഫ് കപ്സ് തകർച്ചയാണ്. കാരണം വെച്ചാൽ 5 ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത്.
ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് തകർന്നതിനെ കുറിച്ചിട്ട് വേദനയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വിഷമങ്ങളും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കരിയറിലോട്ട് ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ വിട്ട് കളഞ്ഞതിന് ഈ പേഴ്സണ് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല ഈ ഒരു പേഴ്സണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ 100% ഉണ്ട്. ഇവിടെ ഡബിൾ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാം. നെക്സ്റ്റ് എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഈ വ്യക്തിക്ക്. പക്ഷെ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതൊക്കെ തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും എങ്ങനെയെങ്കിലും തേർഡ് പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുടെ ഒരു വ്യക്തി വരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇവിടെ വരുന്ന എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഓഫ് വാണ്ടാണ്. റിസ്ക് എടുക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്കുണ്ട്. ബാക്കിലോട്ട് മൈൻഡ് ആവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില നേരത്തെ എഫേർട്ട് എടുക്കണം തോന്നും നിങ്ങളുടെ കാര്യത്തിന്, ചില നേരത്തെ എഫേർട്ട് എടുക്കണ്ടെന്ന് തോന്നും. ഒരു കുറ്റബോധം കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഇത്രയാണ് റീഡിങ് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് തരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളൊരു മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക നല്ല രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങളൊരു ന്യൂ ഡയറക്ഷൻ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. നോട്ട് എ റൈറ്റ് ആൻഡ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തൊക്കെ എന്തെങ്കിലും ചാടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമായിട്ടുള്ളൊരു സമയമല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂസ് ചെയ്യുക. എന്തായാലും ഇത്രയാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലൂസ് എടുക്കുക. ക്ലൂസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണം നോക്കുക. ഫസ്റ്റ് ക്ലൂ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ നമ്പറാണ്. ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈനാണ് വരുന്നത്. ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് വരുന്നത്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ബട്ടർഫ്ലൈസിനൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക. തേർഡ് പേഴ്സൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അടിച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നടന്നു എന്നുള്ള രീതിയിൽ വെച്ച് വേണം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണ്ടേ. ബ്ലാക്ക് കളർ ഇഷ്ടം. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ആ ഒരു കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ കാര്യങ്ങൾ തോന്നാം. മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളിപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ നല്ലതാണ് ചെയ്യുന്നത്. ഒരു യോഗയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 2 month വന്നിട്ടുണ്ട്. 2 monthൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് വരുമോ നോക്കാം. ആലപ്പുഴ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട്. ആലപ്പുഴയിലുള്ള വ്യക്തികളുണ്ടായിരിക്കും, പത്തനംതിട്ടയിലുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ സ്ഥലമാവാൻ ചാൻസ് ഉണ്ട്. 4 year വന്നിട്ടുണ്ട് ഇവിടെ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് വേണമെങ്കിൽ 4 വർഷമായിട്ടുണ്ടാവാം. മെയ് മന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ മെയ് മാസത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ആവാൻ ചാൻസ് ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഓരോന്ന് ചിന്തിച്ചിട്ടിരുന്നൊരു കാര്യമില്ല. നിങ്ങളത് മൂവ് ഓൺ ചെയ്ത് തന്നെ വരാൻ തന്നെ വേണം. സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലൂ നമുക്ക് നോക്കാം. നമ്പർ 4 വന്നിട്ടുണ്ട്. 888 ഏഞ്ചൽ നമ്പറാണ് വന്നിട്ടുള്ളത്. ഇത്രയും ക്ലൂസ് വന്നിട്ടുണ്ട്. ഇത്രയും ക്ലൂസ് നിങ്ങൾ റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഓഫർ ഉണ്ട്. വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും കേട്ടുമെന്ന് വെച്ചിട്ട് വല്ലാണ്ടായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.